ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSന്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തേത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, റൈറ്റ് വിങ്ങിനെ, ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് അഡ്രസ്സിങ് ദം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ സിനിമ ഉണ്ടായി. 2012 ഇറങ്ങിയ ഈടുത്ത കാലത്തിലാണ് ശാഖ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, അതിൽ ഫിയറിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ ആളിൻ്റെ ഫിയർ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അയാൾ ഒരു ഇത് വരുമ്പോൾ, ശാഖ കാണുമ്പോൾ ആള് അതിൻ്റെ രണ്ട് ആസ്പെക്ട്സും കാണിക്കുന്നുണ്ട്. I am not saying that they are not human beings. I am not ready to say that. അതിനെ കാണുന്നത് കൊണ്ടാണ്. കാരണം ഫാസിസം, നമ്മളിപ്പോൾ നാസിസത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആദ്യം ദേ ലാഫ്ഡ് അറ്റ് ദം. ഈ കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ്, അന്നത്തെ ബോൾഷെവിക്സ്, ദേ ലാഫ്ഡ് അറ്റ് ദം ആദ്യം, എന്നിട്ട് ഇഗ്നോർഡ് ദം. ദെൻ ദേ സ്റ്റാർട്ടഡ് റൈസിങ്. ഇതൊക്കെ അവർക്ക് ഫ്യൂവലാണ്. ഇഫ് യു വാണ്ട് ടു ഫൈറ്റ് ദം, അഡ്രസ് ദം ഫസ്റ്റ് ആസ് ഹ്യൂമൻ ബീങ്സ്, ദെൻ യു ഫൈറ്റ്. അത് ചെയ്യാത്തതാണ് ഇവിടുത്തെ കളി. ഇത് സബ്ഹ്യൂമനൈസ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ആ ഭയങ്കരമായ ശക്തിയിലല്ലേ വരുന്നത്. ആൻഡ് നൗ വി ആർ ഹെൽപ്ലെസ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരു സെക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയ്ക്ക് നല്ല റീഡിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ആ സമയത്ത് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോയൊരു സാധനമാണ്. ഇത് പറഞ്ഞ പോയിന്റ് ഞാനും നോക്കിയതാണ്. കാരണം RSS തന്നെ അല്ലെങ്കിൽ ശാഖയെ ആദ്യം കാണിക്കുന്ന സിനിമ, ശാഖയിലെത്തുമ്പോൾ ഇയാളെ പേടിച്ചതുവരെ എത്തിയിട്ട് ശാഖയിലെ ഒരു ഓടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഈ പുള്ളിയെ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ RSSനെ പോസിറ്റീവായിട്ട് കാണിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണോ? അതേസമയം RSSന്റെ ഒരു ഫിയറും കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഫിയർ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിനുശേഷം ഒരു ഷോട്ടുണ്ട് അതിനകത്ത്, എന്താ പറയണ്ടത്, ഇവർ വരുമ്പോൾ ഇറങ്ങി സൈക്കിളിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ആ ഫിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും കാണിച്ചിട്ടുള്ള സിനിമയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയപ്പോൾ അതിൽ അജയ് കുര്യൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അത് ഹിന്ദി വിരുദ്ധനാണ് ആ ക്യാരക്ടർ. അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അയാൾ ഭയങ്കര ഹിന്ദി വിരുദ്ധനാണ്. അയാൾ അവസാനം ഹിന്ദിയിൽ ചൂയിങ്കം തുപ്പി ഇത് പൊതിഞ്ഞ് ക്ലോസറ്റിൽ ഇടുന്നൊരു സാധനമുണ്ട്. എന്നെ വിളിച്ച റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദി അപമാനിക്കാമോ, ഹിന്ദി അപമാനിക്കുന്നത് ശരിയാണോ? അപ്പോൾ ഐ ഹാവ് ടു ഹിയർ ബോത്ത് ദി സൈഡ്സ്. അതാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ച പുള്ളിയോട്, ഞാൻ എന്നാൽ നമുക്ക് ഹിന്ദി സംസാരിച്ചാലോ എന്ന്. അല്ല, എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയണ്ടേ. അത് ഇൻഡിഫറൻ്റ് ആയിരുന്നു. ഒരു ബേസ് സർട്ടൻ എമൗണ്ട് ഓഫ് ഓസ്ട്രസൈസിങ് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം. അത് എനിക്ക് ചെയ്യുമ്പോഴേ അറിയാമായിരുന്നു. അങ്ങനെ ഹോസ്റ്റലായിരുന്നു. അവരിപ്പോഴും ആണോ എന്ന് വെച്ചാൽ ഇപ്പോഴും ആണ്. ഡെഫിനറ്റ്ലി. കാരണം ഞാൻ റൈറ്റ് വിങ്, ഒരു തരത്തിലുള്ള റൈറ്റ് വിങ് ഇതുള്ള ആളല്ല. ഐ എം അഗൈൻസ്റ്റ് റൈറ്റ് വിങ്. അല്ല, എക്സാക്ട്ലി. ലെഫ്റ്റ് ക്രിട്ടിക് ആണ് അതിനകത്തുണ്ട്. അത് വൺ ഓഫ് ദ ഫാസറ്റ്സ് ആണ് ആ സിനിമയുടെ. അത് ഓൺലി വൺ ഓഫ് ദ ഫേസസ് ലെഫ്റ്റ് ക്രിട്ടിക് ഉണ്ടെന്ന്. അതൊരു വാസ്തവത്തിൽ ഒരു ഡിസെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 3 തരം ആൾക്കാർ സർക്കംസ്റ്റൻഷ്യലായിട്ട് എങ്ങനെ ക്യാരക്ടർ ഉണ്ടാകുന്നു, ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ തമ്മിൽ ഉരസുന്നു, അപ്പോൾ അതിലെങ്ങനെ ഒരു ഫയർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ സിനിമ ഡിസ്കസ് ചെയ്തത്. അല്ല, അത് അഗെയിൻ ഇതൊരു ഫിക്ഷണൽ വർക്കാണ്. അതിലൊരിടത്തും റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല ആ സിനിമയിൽ. ലെഫ്റ്റിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല ആ സിനിമയിൽ. ഇറ്റ് ഷുഡ് ബി എന്ന് ഒരിടത്തും പറയുന്നില്ലല്ലോ. ഐ ആം ജസ്റ്റ് ഷോയിങ് ദിസ് തിങ്സ്. ലെഫ്റ്റ് ഈസ് നോട്ട് അബവ് ക്രിറ്റിസിസം. ലെഫ്റ്റ് ഫ്രണ്ടിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ്, സോ കോൾഡ് ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ എന്ന് പറയാം. അതാണ് കറക്റ്റ്. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ലെഫ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തെറ്റിദ്ധരണമുണ്ട്. It's actually a leftist movie. It observes leftism. പക്ഷേ അതേസമയം തന്നെ മറുഭാഗത്തുനിന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവരും ലെഫ്റ്റ് നന്നാകണം, ലെഫ്റ്റ് അല്ലെങ്കിൽ ഇതല്ല അതിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ
മറ്റുള്ളവർക്കൊന്നും ഈ ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികളെ ഇല്ല, അത് ലെഫ്റ്റ് ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് വൈ ഈസ് ദ ലെഫ്റ്റ്? ബിക്കോസ് ദേ ആർ നോട്ട് റൈറ്റ്, ദേ ആർ നോട്ട് വിത്ത് ദി അതേഴ്സ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റിന് എന്താണ് ഇത്രയും ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്നത്? ബിക്കോസ് ദേ ഡോണ്ട് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ദ റിയൽ ലെഫ്റ്റ് ഗൈ വോണ്ട് ആസ്ക് ദ ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ എന്താണ്, അവർക്കത് ചെയ്യാമല്ലോ, ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ലെഫ്റ്റ് അല്ല. അതുകൊണ്ടാണല്ലോ ലെഫ്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ അതേപോലെ ചിത്രീകരിച്ച് സ്വഭാവഹത്യ നടത്തുന്ന തരത്തിലായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം ആ സമയത്ത് ഇറങ്ങി. അതെ, അത് അങ്ങനെ ഒരു കഥാപാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. ലെഫ്റ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഒരു ദ്വന്ദ്വമുണ്ട് ലെഫ്റ്റിൻ്റെ ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള. പക്ഷേ ബേസിക്കലി ആ സിനിമ ഈസ് നോട്ട് അബൌട്ട് ലെഫ്റ്റിസം. വൺ ഓഫ് ദി ഒബ്സർവേഷൻ പോയിന്റ്സ് അത് ലെഫ്റ്റിസമാണ്. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെയും ചെയ്യുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അതിൻ്റെ എൻറ്റയർ പോയിന്റ് ഓഫ് ദ ഫിലിം ഈസ് നോട്ട് ദാറ്റ്. അതെങ്ങനെയാണ് സർക്കംസ്റ്റൻഷ്യലി ഒരാൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് 3 പേരെ വെച്ചിട്ട് കാണിക്കുന്നത്. സർക്കംസ്റ്റൻസസും കണ്ട കാര്യങ്ങളും അൺനോൺ ആയിട്ടുള്ള എലിമെൻസും എങ്ങനെയാണ് ഒരാളിനെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സിനാണ്. അതിൽ റോയ് ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, കൈതേരി സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, പിന്നെ വളരെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള വട്ട് ജയൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഈ 3 പേരുടെ ഒരു സ്ഥലത്ത് വന്ന് പ്ലേസ് ചെയ്താലും 3 പേരും കൂടെ ചേർൺ ചെയ്ത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഒരു ഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റഡിയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ എൻ്റെ ബേസിക് ഡെഫിനറ്റ്ലി റിഫ്ലക്ഷൻസ് ഉണ്ടാവും നമ്മൾ കാണുന്ന ആൾക്കാർ. പക്ഷെ അവരാണ് ആ ക്യാരക്ടർ എന്ന് പുഴലെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പണ്ട് മുതലേ ഞാൻ യോജിക്കാത്ത കാര്യമാണ്. കാരണം എൻ്റെ ക്യാരക്ടറൈസേഷനിൽ ലെനിൻ്റെ ചൈൽഡ്ഹുഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലെനിൻ്റെ. എന്നാൽ അതിൻ്റെ സ്റ്റാലിനിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻസ് ഉണ്ട് കൈതേരി സഹദേവനിൽ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് റെജിം എവിടേക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ എപ്പോഴൊക്കെയാണ് ഒരു ജുണ്ട ആയി മാറിയത്, എന്തുകൊണ്ടാണ് പേഴ്സണാലിറ്റി കൾട്ട് വിച്ച് വി സീ നൗ എല്ലാ സ്ഥലങ്ങളിലും പേഴ്സണാലിറ്റി കൾട്ടിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി കൾട്ട് എപ്പോൾ ഇൻവൈഡ് ചെയ്യുന്നു ആ മൂവ്മെൻറ്റിൽ ആ സാധനം റൈറ്റ് വിങ് ആയി കഴിഞ്ഞു. അപ്പോൾ പേഴ്സണാലിറ്റി കൾട്ട്സിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമ ഡെഫിനറ്റ്ലി അതിന് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. നമ്മളൊരു മെയിൻ സ്ട്രീം ഫിലിം വരുമ്പോൾ അതിന് നമ്മൾ കാണുന്ന സാധനങ്ങൾ റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എന്താണ് ഒരു ആളിനെ എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെയുള്ള റീഡിങ് പോസിബിൾ അല്ലാതെ എനിക്ക് പോസിബിൾ അല്ല. പക്ഷേ ഇതേ മറുവശം നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ തരത്തിൽ വല്ലാത്തൊരു തരത്തിൽ എന്താണ് ഫാസിസത്തിന്റെയും മറ്റുമൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. എപ്പോഴും ലെഫ്റ്റിനെ മാത്രം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെന്ററി, ഇറ്റ്സ് എ ഫീച്ചർ ഫിലിം. 2, ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിൻ്റെയും. റൈറ്റ് വിങ്ങിൻ്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പെറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും റൈറ്റ് വിങ് എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഏരിയാസ് ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടിയാൻ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് എൻ ആൻറ്റി റൈറ്റ് വിങ് ഫിലിം, ആൻറ്റി പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ഫിലിമാണ്. പക്ഷേ അതിനങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ സെലക്റ്റീവ് ആയിട്ടുള്ള വ്യൂയിങ് ഈസ് ഓൾവേസ് ദയർ. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.